Hey students, welcome back to Maths with Neha. So നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എക്സസൈസ് 11.2ലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്ത് വെക്കണേ. അപ്പോൾ അത് നോക്കിയോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ദ ഷേപ്പ് ഓഫ് ദി ടോപ്പ് സർഫസ് ഓഫ് എ ടേബിൾ ഇസ് എ ട്രപ്പീസിയം. സോ ഒരു ടേബിളിൻ്റെ ടോപ്പ് സർഫസ് എന്ന് പറയുന്നത് ട്രപ്പീസിയത്തിൻ്റെ ഷേപ്പിലാണ്. സോ ഫൈൻഡ് ഇറ്റ്സ് ഏരിയ ഇഫ് ഇറ്റ്സ് പാരലൽ സൈഡ്സ് ആർ. ഏരിയ കണ്ടുപിടിക്കണം ഇഫ് ഇറ്റ്സ് പാരലൽ സൈഡ്സ് ആർ. പാരലൽ സൈഡ്സ് ഇവിടെ തന്നിട്ടുണ്ട് 1 meter and 1.2 meter. And perpendicular distance between them is 0.8 meter. Perpendicular distance എന്ന് പറയുന്നത് ഇവിടെ ഹൈറ്റ് ആണ്. അപ്പോൾ എല്ലാം തന്നിട്ടുണ്ട് അല്ലേ, അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ടേബിൾ ടോപ്പിൻ്റെ ഫിഗർ മാത്രം ഇവിടെ വരച്ചിട്ടുണ്ട്. ഇത്ര ഒരു പാരലൽ സൈഡ് 1 മീറ്ററും വേറൊരു പാരലൽ സൈഡ് 1.2 മീറ്ററുമാണ്. ഹൈറ്റ് എന്ന് പറയുന്നത് 0.8 മീറ്റർ ആണ് അവർ തന്നെ തന്നിട്ടുണ്ട് അല്ലേ. സോ ഇവിടെ നമുക്കറിയാം ഏരിയ ഓഫ് എ ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എച്ച് ആണ്. എയും ബിയും എന്താ പാരലൽ സൈഡ്സ്. അപ്പോൾ ഇവിടെ ഒരു പാരലൽ സൈഡ് എ ഇസ് ഈക്വൽ ടു 1 മീറ്റർ, അതുപോലെ ബി ഇസ് ഈക്വൽ ടു 1.2 മീറ്റർ, അതുപോലെ ഹൈറ്റ് എന്ന് പറയുന്നത് 0.8 മീറ്റർ. അപ്പോൾ ഏരിയ എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു എ എന്ന് പറയുന്നത് എഴുതുക 1 പ്ലസ് ബി എന്ന് പറയുന്നത് 1.2 ഇൻറ്റു 0.8. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 0.88 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. 0.88 മീറ്റർ സ്ക്വയർ, ദാറ്റ് ഇസ് ദ ആൻസർ. ഈസി ആയിട്ട് ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിക്കാം. Second question, the area of a trapezium is 34 centimeter square and the length of one of the parallel side is 10 centimeter. അപ്പോൾ ഏരിയ തന്നിട്ടുണ്ട് ട്രപ്പീസിയത്തിന് 34 centimeter square ആണ്. അപ്പോൾ ലെങ്ത് ഓഫ് വൺ ഓഫ് ദി പാരലൽ സൈഡ് ഇസ് 10 centimeter. ഒരു പാരലൽ സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 10 centimeter ആണ്. ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് ഈസ് 4 centimeter. സോ ഹൈറ്റും തന്നിട്ടുണ്ട് 4 centimeter. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് അതർ പാരലൽ സൈഡ്. അതർ പാരലൽ സൈഡിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഏരിയ തന്നിരിക്കുന്നത് 34 centimeter സ്ക്വയർ. ഒരു പാരലൽ സൈഡിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എ ആയിട്ട് നമ്മൾ എഴുതുവാണ്. എ ഇസ് ഈക്വൽ ടു 10 centimeter എന്ന് എഴുതി. ഹൈറ്റ് തന്നിട്ടുണ്ട് 4 centimeter. ബി അതായത് അടുത്ത പാരലൽ സൈഡ് കണ്ടുപിടിക്കണം. നമുക്കറിയത്തില്ല, അതുകൊണ്ട് ക്വസ്റ്റ്യൻ മാർക്കിട്ട് വെച്ചു. ഇനി നമ്മൾ ഇക്വേഷൻ എഴുതിക്കേ. ഏരിയ ഓഫ് എ ട്രപ്പീസിയം ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എച്ച് അല്ലേ ഇടാം. അപ്പോൾ നമ്മൾ ഏരിയയുടെ അവിടെ 34 അല്ലേ. അപ്പോൾ 34 കൊടുത്തു. ഹാഫ് ഇൻറ്റു എ എന്താ 10 അല്ലേ, പ്ലസ് ബി ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് എന്താ 4 centimeter അല്ലേ, 4ഉം കൊടുത്തു. അപ്പോൾ ഈ ഹാഫിൻ്റെ 2 ഇപ്പുറത്തോട്ട് ഇത് 1/2 എന്ന് പറഞ്ഞാൽ 1/2 എന്നല്ലേ. അപ്പോൾ ആ 2 ഈക്വൽ ടു സിമ്പിളിന് ഇപ്പുറത്തോട്ട് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും അല്ലേ. 34 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 10 പ്ലസ് ബി ഇൻറ്റു 4 എന്ന് വരും. എന്നിട്ട് 34 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 68 ആണ്. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇസ് ഈക്വൽ ടു 10 പ്ലസ് ബി ഇൻറ്റു 4 എന്ന് കിട്ടും. അപ്പോൾ 68, പിന്നെ ഈ 4 കണ്ടോ, ഈ 4ൻ്റെ ഇവിടെ ബ്രാക്കറ്റ് അല്ലേ, ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു തന്നെയല്ലേ. അപ്പോൾ 4 താഴോട്ട് വരും. ഇസ് ഈക്വൽ ടു 10 പ്ലസ് ബി ബാക്കിയുണ്ട് അല്ലേ. 68 ഡിവൈഡ് ബൈ 4ഉം പിന്നെ 10 പ്ലസ് ബി ഇപ്പുറത്തുണ്ട്. അപ്പോൾ 68 ഡിവൈഡ് ബൈ 4 എന്ന് പറയുന്നത് 17 ആണ്. 17 ഇസ് ഈക്വൽ ടു 10 പ്ലസ് ബി എന്ന് കിട്ടും. അപ്പോൾ ബി എന്താണ് 17 മൈനസ് 10 എന്ന് വരും അല്ലേ. ഇത് പ്ലസ് 10 ആയതുകൊണ്ട് ഇപ്പുറത്തോട്ട് ഈക്വൽ ടു സിമ്പിളിന് ഇപ്പുറത്ത് പോകുമ്പോൾ -10 ആയി. അങ്ങനെ നമുക്ക് 7 centimeter ആൻസറും കിട്ടി. ഓക്കെ അല്ലേ. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ലെങ്ത് ഓഫ് ദി ഫെൻസ് ഓഫ് എ ട്രപ്പീസിയം ഷേപ്ഡ് ഫീൽഡ് ABCD ഈസ് 120 meter. അതായത് ഒരു ട്രപ്പീസിയത്തിൻ്റെ ഷേപ്പ് ഇത് കണ്ടോ, ABCD എന്ന് പറഞ്ഞ ട്രപ്പീസിയമാണ്. ആ ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ ഫെൻസ് ആണ്. അതായത് വേലി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഈ വീടിന് ചുറ്റും കെട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫെൻസ് ആണ് ഈ ABCD എന്ന് പറഞ്ഞാൽ ട്രപ്പീസിയത്തിൻ്റെ ഷേപ്പിലുമാണ്. അപ്പോൾ ആ വേലി എന്ന് പറയുന്നത് ഒരു 120 meter ആണ് തന്നിട്ടുണ്ട്. അതായത് ഇവിടെ തന്നിരിക്കുന്ന പെരിമീറ്റർ അല്ലേടാ. ഫെൻസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇതും കൂടെ കൂട്ടുന്നതാണ് 120 എന്ന് പറഞ്ഞാൽ അത് പെരിമീറ്റർ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെരിമീറ്റർ 120 എന്ന് എഴുതാം. ഓക്കെ അല്ലേ. ഇനി അവരെന്താടാ പറഞ്ഞിരിക്കുന്നത്? ഇഫ് BC ഇസ് ഈക്വൽ ടു 48 meter. BC എന്ന് പറയുന്നത് 48 meter ആണ്. നമുക്കിവിടെ എഴുതാം. BC എന്ന് പറയുന്നത് 48 meter. ഓക്കെ അല്ലേ. അതുപോലെ CD എന്ന് പറയുന്നത് 17 meter ആണ്. CD എന്ന് പറഞ്ഞാൽ ഈ സൈഡ് അല്ലേ, ഈ സൈഡ് 17 meter ആണ്. അതുപോലെ AD എന്ന് പറയുന്നത് 40 meter ആണ്. AD 40 meter കണ്ടോ, 40 meter. അപ്പോൾ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദിസ് ഫീൽഡ്. ഈ ഫീൽഡിൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. സൈഡ് AB ഇസ് പെർപെൻഡിക്കുലർ ടു പാരലൽ സൈഡ്സ് AD ആൻഡ് BC. അതായത് ഇവിടെ നമുക്കറിയാം A എന്ന് പറയുന്ന ഒരു പാരലൽ സൈഡ് അല്ലേ, അത് ഈ ഒരു പാരലൽ സൈഡ് ആണെങ്കിൽ 48 meter എന്ന് എഴുതാം. അതുപോലെ B എന്ന് പറയുന്നത് 40 meter, ഈ ഒരു പാരലൽ സൈഡിൻ്റെ ലെങ്ത്. ഹൈറ്റ് നമുക്കറിയത്തില്ല. ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം പാരലൽ സൈഡ് തമ്മിലുള്ളൊരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണല്ലോ ഹൈറ്റ് എന്ന് പറയുന്നത്. ഈ AB ഇവിടെ ഒരു ഹൈറ്റ് ആയിട്ടല്ലേ ആക്ട് ചെയ്യുന്നത്. അത് സ്ട്രെയിറ്റ് ലൈൻ അല്ലേ, ഈ ഒരു പാരലൽ സൈഡിൻ്റെ ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ. അപ്പോൾ നമുക്ക് ABനെ ഹൈറ്റ് എന്ന് പറയാം. ഹൈറ്റ് നമുക്ക് അറിയത്തില്ല, അത് നമ്മൾ കണ്ടുപിടിക്കണം. എന്നാൽ ഹൈറ്റ് കിട്ടിയാലല്ലേ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ. പിന്നെ ഇവിടെ തന്നിരിക്കുന്ന CD തന്നിട്ടുണ്ട്. ഈ CD എന്ന് പറഞ്ഞാൽ 17 meter ആണ്. അപ്പോൾ നമുക്ക് പെരിമീറ്റർ തന്നിട്ടുണ്ടല്ലോ 120 meter എന്ന്. പെരിമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? AB കണ്ടുപിടിക്കാൻ മേലെ നമുക്ക്. അപ്പോൾ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ AB പ്ലസ് BC പ്ലസ് CD പ്ലസ് AD എന്ന് പറഞ്ഞാൽ 120 ആണ് അല്ലേ. AB പ്ലസ് BC പ്ലസ് CD പ്ലസ് AD എന്ന് പറഞ്ഞാൽ 120 meter ആണ്. ഇനി അറിയാവുന്നതൊക്കെ എഴുതാം. AB അറിയാവോ? ഇല്ല. AB അല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ AB അങ്ങനെ തന്നെ എഴുതി. ഇനി BC നോക്കിയാൽ BC ഒരു 48 meter അല്ലേ. അപ്പോൾ 48 എഴുതി. പ്ലസ് CD എന്ന് പറയുന്നത് 17 meter അല്ലേ ഇടാം. അപ്പോൾ 17 എഴുതി. പ്ലസ് AD എന്ന് പറയുന്നത് 40 അല്ലേ, അത് എഴുതി. ഇസ് ഈക്വൽ ടു 120 എന്ന് എഴുതി. ഇനി നമുക്ക് AB പ്ലസ് ഈ 48ഉം 17ഉം 40ഉം കൂടെ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് 105 കിട്ടും. അപ്പോൾ AB പ്ലസ് 105 എന്ന് പറയുന്നത് 120 ആണ്.
അങ്ങനെയാണെങ്കിൽ എ ബി എന്ന് പറയുന്നത് എന്താ 120, 105 ഇപ്പുറത്തോട്ട് പോകും -105 ആവും. 120 - 105 എന്ന് പറയുന്നത് 15 മീറ്റർ ആണ്. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ അല്ലേടാ? നമുക്ക് എന്നാൽ ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം, എല്ലാം കഴിഞ്ഞില്ല. അപ്പോൾ നമുക്ക് ഹൈറ്റ് കിട്ടിയെന്നേ ഉള്ളൂ കേട്ടോ. ഹൈറ്റ് 15 മീറ്റർ. അതുപോലെ നമ്മൾ നോക്കിയേ, നമ്മുടെ എ 48 മീറ്റർ നമുക്കറിയാം, ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ ബി 40 മീറ്റർ ആണ്, അതുകൂടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഹൈറ്റ് കിട്ടി 15 മീറ്റർ, അതെല്ലാം നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ എന്താ ഇക്വേഷൻ? ട്രപ്പീസിയം അല്ലേ? ½ × a + b × h അല്ലേ? അതല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്. ½ × a + b × h. ½ × a അറിയാം 48 + b അറിയാം 40 × h എന്ന് പറയുന്നത് 15 അല്ലേ? അപ്പോൾ 15 എഴുതി. അപ്പോൾ ½ × 48 + 40 എന്ന് പറയുന്നത് എത്രയാണ്? 88 അല്ലേ? × 15 എഴുതി. എന്നിട്ട് 2ഉം 88 നമുക്ക് കട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ 44 കിട്ടത്തില്ലേ? അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് മൾട്ടിപ്ലൈയും ഡിവൈഡും ഒക്കെ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തു കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ 660 എന്ന് കിട്ടി. 660 എത്രയാണ്? മീറ്റർ സ്ക്വയർ അല്ലേ? ഏരിയാസ് ഒക്കെ നമ്മൾ സ്ക്വയറിൻ്റെ യൂണിറ്റിലല്ലേ എഴുതുന്നത്. മീറ്റർ ആണ് മീറ്റർ സ്ക്വയർ എന്നും സെൻറ്റിമീറ്റർ ആണ് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നൊക്കെ അല്ലേ എഴുതുന്നത്. അപ്പോൾ 660 മീറ്റർ സ്ക്വയറിന് കിട്ടി. അത്രേ ഉള്ളൂ കേട്ടോ. എന്നാൽ നമുക്ക് 4th ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഡയഗണൽ ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഷേപ്ഡ് ഫീൽഡ് ഈസ് 24 മീറ്റർ. ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ഷേപ്പുള്ള ഒരു ഫീൽഡിൻ്റെ ഡയഗണൽ അല്ലേ, അത് 24 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അപ്പോൾ നമുക്ക് ഡയഗണൽ 24 എന്ന് എഴുതാം. ഡി എന്ന് പറയുന്നത് 24 മീറ്റർ ആണ്. ഓക്കെ അല്ലേ? ആൻഡ് ദ പെർപെൻഡിക്കുലർസ് ഡ്രോപ്പ് ഡൗൺ ഇറ്റ് ഫ്രം ദ റിമൈനിങ് ഓപ്പോസിറ്റ് വെർട്ടിസസ് ആർ. അപ്പം ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 വെർട്ടിസിന്ന് ഈ ഒരു ഡയഗണലിലേക്ക് വരച്ചേക്കുന്നത് എത്രയാണ്? 8 മീറ്ററും 13 മീറ്ററുമാണ്. ആ ടെക്സ്റ്റിലെ ഫിഗറിൽ നിങ്ങളൊന്ന് നോക്കിക്കുക. അവിടെ സൈഡിലൊരു ഫിഗർ കൊടുത്തിട്ടില്ലേ? കണ്ടോ? ഓരോ ഓപ്പോസിറ്റ് വെർട്ടിസിന്ന് 13 മീറ്ററും 8 മീറ്ററുമാണ് അല്ലേ? അതൊക്കെ എന്താ? ഒരു H1 13 മീറ്ററും H2 8 മീറ്ററും അല്ലേ? ഹൈറ്റ്സ് അല്ലേ അത്? ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ഫീൽഡ് എന്ന്. ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്കറിയാം ½ × d എന്ന് പറഞ്ഞാൽ ഡയഗണൽ × H1 + H2 അല്ലേ? ഇവിടെ എല്ലാം തന്നിട്ടില്ലേ? ഡയഗണൽ എത്രയാണ്? 24 മീറ്റർ അല്ലേ? അതുപോലെ H1 എത്രയാണ്? 8 മീറ്റർ അല്ലേ? അതുപോലെ H2 13 മീറ്റർ അല്ലേ? എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കൊടുത്താൽ പോരെ. ½ × d എന്ന് പറഞ്ഞാൽ 24 × H1 എന്ന് പറഞ്ഞാൽ 8 + H2 എന്ന് പറഞ്ഞാൽ 30. അപ്പോൾ ഇസ് ഈക്വൽ ടു 12 × 21 എന്ന് കിട്ടും അല്ലേ? 8 + 13 ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ അപ്പോൾ 252 എന്നാണ് ലാസ്റ്റ് കിട്ടുന്ന ആൻസർ. ഓക്കെ അല്ലേ? 252 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും കേട്ടോ. മീറ്റർ സ്ക്വയർ ഒക്കെ എഴുതണം ഏരിയ ആയതുകൊണ്ട്. എന്നാൽ നമുക്ക് 5th ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? 5th ക്വസ്റ്റ്യൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ ഇവിടെ ചെയ്ത എന്താ? ഇവിടെ ട്രപ്പീസിയം അല്ല, ഇവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ ആയിരുന്നു. അതുകൊണ്ട് ഏരിയ എന്ന് പറയുന്നത് ½ × d × H1 + H2 അല്ലേ? അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. ഓക്കെ അല്ലേ? അതുപോലെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The diagonals of a rhombus are 7.5 cm and 12 cm. Find its area. അപ്പോൾ D1 അതായത് ഡയഗണൽസ് ആണ് 7.5 സെൻറ്റിമീറ്ററും 12 സെൻറ്റിമീറ്ററും. നമുക്ക് ഒരു ഡയഗണലിനെ D1 എന്നും മറ്റൊരെണ്ണത്തിനെ D2 എന്നും വിളിക്കാം. D1 എന്ന് പറയുന്നത് 7.5, D2 12. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് എന്താ? റോംബസിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക? ഒരു മെത്തേഡ് ½ × D1 × D2 അല്ലേ? അപ്പോൾ നമുക്ക് ½ × D1 × D2 എന്ന് എഴുതത്തില്ലേ? അപ്പോൾ ½ × D1 എത്രയാണ്? 7.5 × D2 എന്ന് പറയുന്നത് 12. അപ്പോൾ അതെല്ലാം കൂടെ ചെയ്തിട്ട് നമുക്ക് 45 എന്ന് കിട്ടും. 45 സെൻറ്റിമീറ്റർ സ്ക്വയറിന് കിട്ടും. ഓക്കെ അല്ലേടാ? 45 സെൻറ്റിമീറ്റർ സ്ക്വയർ മനസ്സിലായോ? അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചത്. സോ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ മൾട്ടിപ്ലൈ ചെയ്യുന്നതൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വന്നൊന്ന് പറയണം കേട്ടോ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഓക്കെ അല്ലേ? ബൈ.